പ്രേഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംരക്ഷിക്കേണ്ട ചുമതല അത് സമൂഹത്തിൻ്റെതാണ്. ഈശോ മിശിഹായ്ക്ക് ഈ സ്തുതിയായിരിക്കട്ടെ. കൈത്താക്കാലം ഒന്നാം ഞായറാഴ്ച തിരുസഭ മാതാവ് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകുന്ന സുവിശേഷ ഭാഗം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 15 വരെയുള്ള തിരുവചനങ്ങളാണ്. സീറോ മലബാർ സഭയുടെ ആരാധന ക്രമവത്സരത്തിലെ 7ാമത്തെ കാലമാണ് കൈത്താക്കാലം. കൈത്ത എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം വേനൽ എന്നാണ്. ഈ കാലത്തിന് ഈ പേര് വരാൻ കാരണം നല്ല പഴങ്ങൾ ഉണ്ടാകുന്ന കാലമാണ് വേനൽ. അതുപോലെ സ്ലീഹന്മാർ വചനം വിതച്ചു അതിൻ്റെ ഫലങ്ങൾ ലഭിക്കുന്ന കാലഘട്ടമാണ് കൈത്താക്കാലം. ഇതിൽ ആദ്യ ഞായറാഴ്ച 12 അപ്പോസ്തലന്മാരുടെ തിരുനാൾ കൂടിയാണ് സഭയിൽ ആഘോഷിക്കുക. ഇന്നത്തെ വായനകളൊക്കെ 12 എന്ന് പറയുന്ന എണ്ണത്തെ ചുറ്റിപ്പറ്റിയാണ് കിടക്കുക. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകത്തിൽ യാക്കോബിൻ്റെ 12 പുത്രന്മാരെ, അതായത് ഇസ്രായേലിൻ്റെ 12 ഗോത്രപിതാക്കന്മാരെ പരിചയപ്പെടുത്തുന്നു. രണ്ടാം വായനയിൽ ജോഷുവയുടെ പുസ്തകത്തിൽ ജെറീക്കോ പട്ടണം കൈവശപ്പെടുത്തുന്നതിന് മുൻപായി ജോർദാൻ നദിയിൽ നിന്നും ജോഷയും കൂട്ടരും 12 കല്ലുകൾ ശേഖരിക്കുന്ന സംഭവം വിവരിക്കുന്നു. 12 ഗോത്രങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നത് തന്നെയാണ് ഈ 12 കല്ലുകളുടെ ശേഖരവും. ലേഖനത്തിൽ വെളിപാട് പുസ്തകത്തിൽ കുഞ്ഞാടിൻ്റെ വിവാഹ വിരുന്നിനെക്കുറിച്ചുള്ള വിവരണത്തിൽ 12 കവാടങ്ങളെക്കുറിച്ചും 12 തരം രത്നങ്ങളെക്കുറിച്ചും 12 അപ്പോസ്തലന്മാരുടെ പേരിനെക്കുറിച്ചുമെല്ലാം പ്രതിപാദിക്കുന്നു. ഇതിൻ്റെ തുടർച്ചയാണ് സുവിശേഷ ഭാഗവും. ഇവിടെ ഈശോ 12 പേരെ തിരഞ്ഞെടുക്കുന്നതും അവർക്ക് ചില അധികാരങ്ങൾ നൽകുന്നതുമായിട്ടാണ് ഈ സുവിശേഷ ഭാഗം മുന്നോട്ട് പോകുക. യേശുവിൻ്റെ ശിഷ്യന്മാർ 12 പേരാണെന്ന് സുവിശേഷകൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഈ എണ്ണത്തിന് വലിയ പ്രാധാന്യം കൊണ്ടായിരിക്കണം ഇങ്ങനെ പറഞ്ഞു വെക്കുക. ഈ 12 പേരെ ആദ്യമായിട്ട് അയക്കുന്നത് ഇസ്രായേൽ വംശത്തിലെ നഷ്ടപ്പെട്ടു പോയ ആടുകളുടെ അടുത്തേക്കാണ്. ഇത് ആദിമ ക്രൈസ്തവ സമൂഹത്തിന് വ്യക്തമായ ചില സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. ഇസ്രായേലും പുതിയ ദൈവജനവും തമ്മിലുള്ള ബന്ധവും തുടർച്ചയും ഇവിടെ എടുത്തു പറയുവാൻ യേശു ഉദ്ദേശിക്കുന്നുണ്ട്. ഇസ്രായേലിലെ 12 ഗോത്രപിതാക്കന്മാരുടെ സ്ഥാനത്ത് പുതിയ ദൈവജനത്തിൻ്റെ അടിത്തറയായി യേശു തൻ്റെ 12 ശിഷ്യന്മാരെ നിയോഗിച്ചു. ഇതൊരു പുതിയ വ്യവസ്ഥിതിയായിരുന്നു. പഴയ ദൈവജനത്തെ അംഗീകരിക്കുകയും പുതിയ വ്യവസ്ഥിതിയെ അതിൻ്റെ തുടർച്ചയായി സ്ഥാപിക്കുകയും ചെയ്തുകൊണ്ട് യേശു ഇത് സാധിച്ചെടുത്തത്. യുഗാന്ത്യത്തിൽ ഈ 2 വ്യവസ്ഥിതികളും ഒരുമിച്ച് കാണപ്പെടുമെന്ന് വെളിപാട് പുസ്തകം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വരുന്ന സ്വർഗീയ ജെറുസലേമിന് 12 കവാടങ്ങൾ ഉണ്ടായിരുന്നു. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. അവയിൽ മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും പഴയ നിയമത്തിലെ ദൈവജനവും പുതിയ ദൈവജനവും തമ്മിൽ കാണുന്ന ഈ ബന്ധം വളരെ പ്രധാനപ്പെട്ടതാണ്. 3 സമാന്തര സുവിശേഷങ്ങളിലും അപ്പോസ്തല പ്രവർത്തനങ്ങളിലും ശിഷ്യന്മാരുടെ പേരുകൾ കൊടുത്തിട്ടുണ്ട്. എല്ലായിടത്തും പത്രോസ് 1-ാം സ്ഥാനത്താണ്. മത്തായി പത്രോസിനെ ശിമിയോൻ എന്നാണ് വിശേഷിപ്പിക്കുക. പത്രോസ് ശിഷ്യന്മാരിൽ പ്രഥമ സ്ഥാനീയനാണെന്ന് സുവിശേഷകൻ എടുത്തു പറയുന്നുണ്ട്. ഇത് ആദിമ സഭയിൽ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. 8-ാം സ്ഥാനത്ത് ചുങ്കക്കാരൻ മത്തായിയാണ്. ചുങ്കക്കാരൻ മത്തായി എന്ന പ്രയോഗം യേശുവിൻ്റെ ദൗത്യത്തിൻ്റെ പ്രത്യേകതയെ സൂചിപ്പിക്കുന്നതാണ്. യഹൂദർ ചുങ്കക്കാരെ പാപികളായി മുദ്രകുത്തി സമൂഹത്തിൽ നിന്നും അകറ്റി നിർത്തിയിരുന്നു. യേശു അവരെ തൻ്റെ കൂട്ടായ്മയിലേക്ക് സ്വീകരിച്ചു. അതുകൊണ്ടാണ് ഫരിസ്യർ അവിടുത്തെ ചുങ്കക്കാരെയും പാപികളുടെയും സ്നേഹിതനെന്ന് കുറ്റപ്പെടുത്തിയത്. യേശു അവരുടെ സ്നേഹിതനാണെന്ന് ഉള്ള കാര്യം അത് സത്യം മാത്രമാണ്. ചുങ്കക്കാരിൽ പ്രധാനനായ സക്യവോസിൻ്റെ ഭവനത്തിലേക്കും യേശു അതിഥിയായി കടന്നു ചെല്ലുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 5-ാമത്തെ തിരുവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. യഹൂദരും യേശുവും തമ്മിൽ രക്ഷയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ വലിയ അന്തരമുണ്ടായിരുന്നു. ചുങ്കക്കാരെയും പാപികളെയും
പശ്ചാത്താപത്തിലൂടെ രക്ഷയിലേക്ക് നയിക്കാനാണ് യേശു വന്നത്. ഒരു ചുങ്കക്കാരൻ യേശുവിൻ്റെ ശിഷ്യഗണത്തിലുണ്ടെന്ന് ഉള്ള ഈ കാര്യം അത് വലിയൊരു സാക്ഷ്യം തന്നെയാണ്. ആരെയും മാറ്റി നിർത്തുന്ന ഒരാളല്ല, എല്ലാവരെയും ചേർത്ത് പിടിച്ച് തൻ്റെ കൂടെ നടത്തുവാനായിട്ട് ഈശോയ്ക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് ഇവിടെ പറഞ്ഞു വെക്കുകയാണ്. സുവിശേഷ പ്രഘോഷണത്തിനായി പോകുന്ന ശിഷ്യന്മാരുടെ പ്രവർത്തന രീതികൾ എപ്രകാരമായിരിക്കണമെന്ന് വളരെ വ്യക്തമായിട്ട് ഈശോ പറഞ്ഞു വെക്കുന്നുണ്ട്. എന്നാൽ ഈ നിർദ്ദേശങ്ങളുടെയെല്ലാം പ്രധാനപ്പെട്ട സന്ദേശം ശിഷ്യന്മാർ ദൈവപരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിക്കണമെന്നാണ് പറഞ്ഞു വെക്കുക. സാധാരണഗതിയിൽ യാത്രയ്ക്ക് ഒരുങ്ങുമ്പോൾ നടത്താറുള്ള തയ്യാറെടുപ്പ് സുവിശേഷ പ്രഘോഷണത്തിന് ഐക്യപ്പെടുന്നവർക്ക് ആവശ്യമില്ലെന്നും അവർ പോകുമ്പോൾ ചെരുപ്പോ വടിയോ എന്നിങ്ങനെയുള്ള ഒരു ചെറിയ കാര്യം പോലും ഉപേക്ഷിക്കണമെന്നും മറ്റുള്ളവരുടെ ഔദാര്യത്തിൽ ആശ്രയിച്ച് ജീവിക്കണമെന്നാണ് ഈശോ അവരെ പഠിപ്പിക്കുക. എന്നാൽ അവർ പൂർണ്ണമായി ദൈവത്തിൻ്റെ പരിപാലനയിൽ ആശ്രയിക്കുന്നവരാകണമെന്ന് ഈശോ അവരോടുകൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംരക്ഷിക്കേണ്ട ചുമതല സമൂഹത്തിൻ്റെതാണെന്ന് യേശു അവരെ ഓർമ്മിപ്പിച്ചു. സുവിശേഷ പ്രവർത്തനങ്ങൾ നമ്മൾ നമ്മുടെ നാട്ടുകളിൽ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഈശോ ഇവിടെ നമുക്ക് പറഞ്ഞു തരിക ഒന്നാണ്, പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംരക്ഷിക്കേണ്ട ചുമതല സമൂഹത്തിൻ്റെതാണെന്ന് യേശു അവരെ ഓർമ്മിപ്പിക്കുകയാണ്. സ്വന്തം കഴിവിലല്ല, യേശുവിൻ്റെ അപ്പോസ്തലന്മാർ എന്ന നിലയിലേക്ക് അവരെ ഉയർത്തിയത്. അത് അവർക്ക് ലഭിച്ച ദാനമാണ്, അതായത് ദൈവകൃപയാണ്. ദാനമായി സ്വീകരിച്ചവർ ദാനമായി നൽകണമെന്നും ഇവിടെ യേശു തൻ്റെ ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ശിഷ്യന്മാർ ദാനമായി നൽകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ദാനമെന്ന് പറയുക അത് സമാധാനമാണ്. അത് ദൈവരാജ്യത്തിൻ്റെ സാന്നിധ്യം കൊണ്ടും ദൈവവുമായുള്ള അനുരഞ്ജനം കൊണ്ടും നമുക്ക് ലഭിക്കുന്നതാണ്. ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട അജപാലനപരമായ വിവേകത്തെക്കുറിച്ച് ഈശോ അവർക്ക് നിർദ്ദേശം നൽകുന്നുണ്ട്. പണ്ട് ഈ കൊച്ചു കേരളത്തിൽ ഓരോ വൈദികനും ഒരുപാട് ദൂരങ്ങൾ താണ്ടിയാണ് ഓരോ വിശുദ്ധ കുർബാന അർപ്പിക്കുവാനും ഓരോ വീട് സന്ദർശനത്തിനും കടന്നു പോയിക്കൊണ്ടിരുന്നത്. അത്രയും കഷ്ടപ്പെട്ട് അവർ സുവിശേഷം പ്രസംഗിച്ചപ്പോൾ നമുക്ക് ചരിത്രങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും, അവർ പോകുന്നിടങ്ങളിലെല്ലാം അവരെ സമാധാനിപ്പിക്കാനും അവർക്ക് വേണ്ട കാര്യങ്ങൾ നൽകുവാനായിട്ട് അന്നത്തെ സമൂഹത്തിലുള്ള ഓരോ വ്യക്തിയും അതിന് പരിശ്രമിച്ചിട്ടുണ്ട്. ഇന്ന് ഈ സുവിശേഷ വേലയ്ക്കായിട്ട് ഇറങ്ങിത്തിരിക്കുന്ന വൈദികരോട് നമുക്കും നമ്മുടെ സ്നേഹവും കരുണയും കരുതലും എപ്പോഴും കാണിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. കാലങ്ങൾ ഒരുപാട് കടന്നുപോയി, പുതിയ രീതിയിലുള്ള വചന പ്രഘോഷണങ്ങൾ കടന്നു വന്നു. ഇന്ന് ഈ കേരളമാകുന്ന കൊച്ചു ദേശത്ത് ആധുനിക കാലഘട്ടത്തിൽ പലവിധ വാർത്താവിനിമയ മാധ്യമങ്ങളിലൂടെയാണ് സുവിശേഷ പ്രഘോഷണം നടക്കുക. നമുക്ക് ഇപ്പോൾ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യമാണ് നമുക്കൊണ്ട് സാധിക്കുന്ന രീതിയിൽ അത് ഷെയർ ചെയ്യുവാനും കർത്താവിൻ്റെ തിരുവചനം എത്ര ആളുകളുടെ അടുത്തേക്ക് എത്തിക്കുവാനായിട്ട് സാധിക്കുന്നുവോ അത്രയും ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് കൈമാറ്റപ്പെടുവാനും നമുക്കും പരിശ്രമിക്കണം. പണ്ട് സുവിശേഷം പ്രസംഗിക്കുവാനായിട്ട് അപ്പോസ്തലന്മാർ ഇറങ്ങിത്തിരിച്ചതുപോലെ ഇന്ന് ഇറങ്ങിത്തിരിക്കുവാനായിട്ട് നമുക്ക് മടിയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ വിരൽത്തുമ്പിലുണ്ട് സുവിശേഷം പ്രസംഗിക്കുവാനുള്ള ഏറ്റവും വലിയ താക്കോൽ. അതുകൊണ്ട് ആ താക്കോല് നമ്മൾ ഉപയോഗിക്കാനായിട്ട് പരിശ്രമിക്കുക. ദാനമായിട്ട് ദൈവം നമുക്ക് തന്നതാ പലതും, ആ ദാനമായിട്ട് തന്നെ കൊടുക്കണമെന്നാണ് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു വെച്ചത്. നമുക്കുണ്ടാകുന്ന സൗന്ദര്യമായാലും സമ്പത്തായാലും ആരോഗ്യമായാലും നമ്മുടെ വിലപ്പെട്ട സമയമായാലും അത് കർത്താവിൻ്റെ പ്രഘോഷണത്തിന് വേണ്ടി ഉപയോഗിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.